ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഥാപ്രിയ, നമ്മൾ അല്പനിമിഷം ചിന്തിക്കുന്നത്, യേശു പ്രത്യക്ഷപ്പെടുമോ? ഉത്ഥാനം ചെയ്ത ശേഷം യേശു അനേകം വ്യക്തികളുടെ മുമ്പിൽ അനേക തവണ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചിന്ത ഇതാണ്, ഇപ്പോഴും യേശു പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് ചുറ്റുപാടുകളും പരിശോധിക്കുമ്പോൾ യേശു ദൈവമല്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ അടിച്ചമർത്തി വെറും മനുഷ്യനാണ്, വെറും പ്രവാചകനാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ട് വരുമ്പോഴാണ് യേശു ജീവിക്കുന്ന ദൈവമാണെന്നും ഇപ്പോഴും അവൻ പ്രാർത്ഥനയിൽ വെളിപ്പെടുമെന്നും പ്രാർത്ഥനയിൽ പ്രത്യക്ഷപ്പെടുമെന്നും വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമുക്ക് വചനാടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാം. ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് എപ്രകാരമാണ്, എങ്ങനെയാണ്, ആരുടെ മുൻപിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് വചനാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്ഥാനം ചെയ്ത ശേഷം യേശു ആദ്യം ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? വളരെ വ്യക്തമായിട്ടറിയാം, മഗ്ദലന മറിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ചിന്തിക്കുമ്പോൾ ആരുടെ മുമ്പിൽ? മഗ്ദലന മറിയം ഉണ്ടായിരുന്നു, വേറൊരു മറിയം ഉണ്ടായിരുന്നു, വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്ന് വചനം രേഖപ്പെടുത്തുക. അവർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ പരിശോധിക്കുമ്പോൾ എമ്മാവൂസിലേക്ക് പോയ വ്യക്തികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സെൻറ്റ് തോമസ് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്നു, എൻ്റെ വിലാപ്പുറത്ത് നീ തൊട്ട് നോക്ക്, നീ ഭക്ഷണം തരിക, ഇങ്ങനെയെല്ലാം ദൈവം പറയുന്നുണ്ട്. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി അനേകം തവണ ശിഷ്യരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. ഇത് ഉത്ഥാനം ചെയ്ത യേശുവിനെയാണ് അവർ കാണുന്നത്. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായി അവർ മുമ്പിൽ വെളിപ്പെട്ടു. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ഭയന്ന് നിലവിളിച്ചു, അയ്യോ ഭൂതം! യേശു പറഞ്ഞു, ഭൂതത്തിന് എന്നെപ്പോലെ ശരീരവും മാംസവും അസ്ഥിയുമുണ്ടോ? അവർ വിശ്വാസമില്ലാത്ത അവരുടെ മുമ്പിൽ യേശു ഭക്ഷണം ചോദിക്കുന്നു, ഭക്ഷണം അവരെ കഴിച്ചു കാണിക്കുന്നു. ഇങ്ങനെ യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. തിബിരിയാസ് കടൽത്തീരത്ത് വെച്ച് യേശു വീണ്ടും ശിഷ്യന്മാരെ വിളിക്കുന്നത് കാണാൻ സാധിക്കും. അവരുടെ മേലെ വിളിയെ ശക്തിപ്പെടുത്തുന്ന യേശുവിനെ കാണാൻ സാധിക്കും. വള്ളവും വലവും വീണ്ടും എടുത്തുകൊണ്ട് ഗലീലി തടാകത്തിലേക്ക് ഇറങ്ങിയ ആ ശിഷ്യന്മാരെ താൻ വീണ്ടും അവരെ വിളിച്ച് ശക്തിപ്പെടുത്തുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വചന പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്, 40 ദിവസവും യേശു അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 40 ദിവസവും യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ പഠിപ്പിച്ചു. നമുക്കൊരു വചനഭാഗം നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമാകും. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, 1 കൊരിന്ത്യർ 15:6 ഇപ്രകാരം പറയാണ്, അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, 500-ലധികം പേര് അവന് വിറ്റ്നസ്, അവന് ദൃക്സാക്ഷികളായി. ഉദ്ധിതനായി ജീവനോടെ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ 500-ലധികം പേര് കണ്ടു. 500 പേര് സാക്ഷിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ കുറച്ച് പേര് ആ കൂട്ടത്തിൽ കണ്ടവരിൽ, 500 പേരോളം കണ്ടവരിൽ കുറച്ച് പേര് മരിച്ചുപോയി, കുറച്ച് പേർ അന്നേരവും ജീവനോടെ ഇരിപ്പുണ്ട്. നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. ഒരു അവിശ്വാസിയും മറ്റ് മതവിശ്വാസക്കാരും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം പറയുന്നത് അല്ല, അത് യേശു മരിച്ചിട്ടില്ല, അത് വേറെ, യേശുവിന് പറയാൻ വേറെ ആളാണ് കുരിശിൽ മരിച്ച്, ഇങ്ങനെയൊക്കെ വാദിക്കുന്ന മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വചനം പറയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സാക്ഷികൾ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സാക്ഷികളുണ്ട്. അവൻ പ്രത്യക്ഷപ്പെട്ടത് 500-ലധികം പേര് അവർക്ക് മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഒലിവ് മലയിൽ നിന്ന് ഉത്ഥാനം ചെയ്ത സമയത്ത് അനേകം വ്യക്തികൾ, ശിഷ്യന്മാർ അവിടെ സാക്ഷികളാണ്. അവൻ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുമ്പോൾ അവൻ മേഘങ്ങളിലേക്ക് ഉയർന്നു പോയപ്പോൾ ദൂതൻ വന്ന് പറഞ്ഞു, അവൻ പോയ പോലെ തന്നെ തിരികെ വരും. അപ്പോൾ അവൻ്റെ ഉത്ഥാനത്തിനും സാക്ഷികളാണ്. അതായത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രത്യക്ഷീകരണം, യേശു ശിഷ്യന്മാർക്ക് മധ്യയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യർക്ക് മുമ്പിൽ പ്രത്യക്ഷനായി. ഉത്ഥാനം ചെയ്ത ശേഷം പിന്നീട് യേശുവിനെ ആരെങ്കിലും കാണുന്നുണ്ടോ? അടുത്ത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ സെന്റ് സെബാസ്റ്റ്യാനോസ് കാണുകയാണ്. അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ട് കല്ലെറിയാൻ വേണ്ടി പീഡനമേറ്റ് നിൽക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തെയും വലതുഭാഗത്ത് ക്രിസ്തുവിനെയും കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും ക്രിസ്തുവിനെ കാണുന്ന സ്തെഫാനോസിനെ കാണാൻ സാധിക്കും. അവനും കാണുകയാണ് യേശുവിനെ.
അവൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടതാണ് യേശു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ പൗലോസിനെ കാണാൻ സാധിക്കും. ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിളിക്കുന്നത് കാണാൻ സാധിക്കും. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് യേശു സൗളായ പൗലോസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണം, യേശുവിൻ്റെ സാന്നിധ്യം ഇതാ സൗളിനെ പൗലോസാക്കി മാറ്റുകയാണ്. തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ അനേക തവണ പൗലോസിൻ്റെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവർത്തനം 22:17 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യ അനുഭൂതി ഉണ്ടായി. കർത്താവിനോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് പുറത്ത് കിടക്കുക, കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷി അവർ സ്വീകരിക്കില്ല. ഇങ്ങനെ പത്രോസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അനേക സ്ഥലങ്ങളിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവർത്തനം 23-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയ പോലെ റോമയിലും സാക്ഷി നൽകേണ്ടിയിരിക്കുന്നു. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയും. ദൈവത്തിൻ്റെ ആത്മാവ് യേശു പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന ഇടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ബൈബിളിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രത്യക്ഷപ്പെടുന്ന പോലെ തന്നെ, സ്തോത്രം, ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ നമുക്കറിയാം, യോഹന്നാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വിശ്വരൂപത്തിൽ ദൈവിക ഭാവത്തിൽ യോഹന്നാൻ്റെ മുമ്പിൽ ആ പത്മോസിൽ കടലിലേക്ക് ഫേസ് ചെയ്യുന്ന ഗുഹയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവം തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ആ രൂപം കണ്ട് ഭയന്ന് വിറച്ച് യോഹന്നാൻ മോഹാത്സ്യപ്പെട്ട് വീഴുകയാണ്. മാറത്ത് പൊൻകച്ച അണിഞ്ഞ്, സ്തോത്ര, ഹല്ലേലൂയ, ആ ഒരു രൂപം യോഹന്നാൻ വർണ്ണിക്കുന്നുണ്ട്. യേശു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇവിടെ ബൈബിളിൽ വചനത്തിൽ തന്നെ അനേകം അവസരങ്ങളുണ്ട് യേശു പ്രത്യക്ഷപ്പെടുന്നു. കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പത്രോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷണം, ദൈവം സംസാരിക്കുന്നവനോട്. ഇങ്ങനെ അനേകം തവണ നമ്മൾ വചനം വായിക്കുമ്പോൾ അറിയാം, അപ്പോസ്തലന്മാരോട്, ദൈവദാസന്മാരോട് ഇടപെടുന്ന യേശുവിനെ കാണാൻ സാധിക്കും. നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മുടെ ചിന്ത ഇതാണ്, അപ്പോസ്തലന്മാർക്ക് മാത്രമാണോ യേശു പ്രത്യക്ഷപ്പെടുക? അല്ലെങ്കിൽ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ആദിമ സഭയുടെ മുൻപാകെ മാത്രമാണോ പ്രത്യക്ഷപ്പെടുക? എന്നാലും നമുക്കറിയാം, വിശ്വാസ സമൂഹത്തോട് കർത്താവരാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ ഞാൻ സന്നിഹിതനാകും. സ്തോത്ര, ഹല്ലേലൂയ. അത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. പ്രാർത്ഥിക്കുന്നവരുടെ, തൻ്റെ മുൻകൂറായിട്ട് താൻ വിളിക്കപ്പെട്ട വിശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ താൻ പ്രത്യക്ഷപ്പെടും. താൻ അവിടെ മധ്യേ ഉണ്ടാകും എന്ന് യേശുവിൻ്റെ വാഗ്ദാനമാണ്. വിശ്വാസിയെ, ക്രിസ്തീയ വിശ്വാസിയെ നമുക്കുള്ള പ്രത്യാശ നമ്മുടെ പ്രാർത്ഥനയിൽ യേശു ഇന്ന് ഇറങ്ങി വരും. യേശുവിനെ കണ്ട അനേകം വ്യക്തികളുടെ അനുഭവം എനിക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അനേക ദൈവദാസന്മാരുടെ മുൻപിൽ യേശു പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇൻഡിഗോ എയർവേസിൽ പൈലറ്റാണ്. അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യനാണ്, പഞ്ചാബിയാണ്. അദ്ദേഹം ക്രിസ്തുവിലേക്ക് തിരിയാനുണ്ടായ കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്തോ രോഗാവസ്ഥയിൽ ഭാരപ്പെട്ട് മുംബൈയിൽ തൻ്റെ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ, മരിക്കണമെന്ന ചിന്തയോടെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ എനിക്കൊന്ന് വെളിപ്പെടണം, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോയി, രോഗത്തിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അന്ന് രാത്രി യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇന്നൊരു വിശ്വാസിയാണ്. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം വിശ്വാസം ക്രിസ്തുവിൽ അനുഗമിക്കുന്ന ഒരാളായി മാറി. ക്രിസ്തു വിശ്വാസം അദ്ദേഹം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഇന്നും ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നു. പറഞ്ഞു വരുന്നത്, യേശു പ്രത്യക്ഷപ്പെട്ട അനേകം വ്യക്തികളുടെ അനുഭവം. സ്തോത്രം ചെയ്യുന്നു. യേശു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആത്മീയ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്കിടെ ഇടയിൽ ഒരു വലിയ 3 ദിവസത്തെ ധ്യാനം നടക്കുമ്പോൾ ആ ശുശ്രൂഷ ഇടയിൽ ആത്മീയ പിതാവ് അവിടെ നിന്ന് സ്റ്റേജിൽ ദർശനം പറയുമ്പോൾ ജനങ്ങളുടെ മധ്യത്തിൽ ഒരു മഞ്ഞത്ത് നിൽക്കുന്ന ഒരു രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഓരോ സ്ത്രീകളുടെ പുറകിൽ പോയി ഇങ്ങനെ അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നത് ഞാനിങ്ങനെ സ്റ്റേജിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മപിതാവ് ഇത് കാണുന്നില്ല. അദ്ദേഹം ദർശനത്തിൽ ഇതാ യേശു മുൻപിലിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ പുറകിൽ നിൽക്കുന്നു, അവരെ സൗഖ്യപ്പെടുന്നു പറയുമ്പോൾ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്തതും എന്നാൽ ഇന്നും അത് വലിയൊരു അനുഭവമായിട്ട് ഈ എളിയവൻ അത് സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാം
യേശുവിനെ കാണാൻ സാധിക്കും. എപ്രകാരമാണ് നമുക്ക് അതിനുള്ള യോഗ്യത, എപ്രകാരമാണ് നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുക? നമുക്ക് വചനത്തിലൂടെ ഒന്ന് പോകാം. ദൈവവചനം എങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു നോക്കാം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം ഇപ്രകാരം പറയാണ്: എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. എല്ലാവർക്കും ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ ഇവിടെ വചനം പറയണമല്ല. സാക്ഷികളെ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത, ദൈവം വിളിച്ച വ്യക്തികളുടെ മുമ്പിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ബൈബിൾ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടതൊന്നും ലോകക്കാരൻ്റെ മുൻപിലല്ല, വിജാതിൻ്റെ മുൻപിലല്ല. ദൈവം വിളിച്ചവർക്ക്, ദൈവം തിരഞ്ഞെടുക്കുക. പൗലോസിനെ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് വിളിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അവനെ വിളിക്കുകയാണ്. ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇന്നും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ, ദൈവം തിരഞ്ഞെടുത്തവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കൂടുതൽ തെളിവുകളിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വചനഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, ഇന്ന് ക്രിസ്തീയ വിശ്വാസിയെ നീ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനോട് ചോദിച്ചാൽ യേശു പറയുന്നു, നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. എന്നോട് ചോദിച്ചാൽ, യേശുവിനോട് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രാർത്ഥന സമയത്ത് വലിയ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ തരുന്നത് യേശുവാണ്. നിങ്ങൾക്ക് അനുഭവമില്ലേ? നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയ പ്രയാസങ്ങളെ കഷ്ടത്തിരിക്കുമ്പോൾ യേശു സംസാരിച്ച അനുഭവം എത്ര പേർക്കുണ്ട്? എനിക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മളോട് പറയും. ആരെങ്കിലൂടെ ദൈവം സംസാരിക്കും. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി തരുന്ന യേശുവാണ്. അതായത് യേശു വിളിച്ചവരോട് റിപ്ലൈ നൽകുന്നത് യേശുവാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് റിപ്ലൈ നൽകുന്നത് യേശു തന്നെയാണ്. ചിലവർക്ക് നേരിട്ട് പ്രത്യക്ഷ അനുഭവം ഇല്ലെങ്കിലും അവരുടെ പ്രാർത്ഥനയിൽ റിപ്ലൈ ലഭിക്കും. ഒരുപക്ഷെ നീ വലിയ പ്രയാസത്തിലായിരിക്കുമ്പോൾ നീ ബൈബിൾ എടുത്ത് തുറന്നു നോക്കുമ്പോൾ ദൈവം നിന്നോട് കൃത്യമായി സംസാരിക്കും. ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. ദൈവിക ഇടപെടൽ, തൃത്വം നിന്നോട് സംസാരിക്കും. ദൈവം നിൻ്റെ പ്രാർത്ഥനയിൽ നിനക്ക് റിപ്ലൈ തന്നതാ. നിൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലേ? എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ട്? യേശു മറുപടി തരുന്നത്. ഞാൻ പറയുന്നത്, വിശ്വാസികൾക്ക്, യേശുവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട, യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കാത്ത ഏവർക്കും യേശുവാണ് വെളിപ്പെടുന്നത്. എന്നാൽ ഇന്ന് കാലത്ത് യേശുവിനല്ലാതെ മറ്റു പലരെ വിശുദ്ധരുടെ പുറകെ പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. അവർക്ക് വലുത് വിശുദ്ധരാണ്. അവർക്ക് മറിയം, അവർക്ക് സെബസ്ത്യാനോസ്, അവർക്ക് ഗീവർഗീസ്, ഇന്ന് വേണ്ട ഇങ്ങനെ പല രീതിയിലും യേശുവിനെ വിട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇന്ന് കൂടുന്നത്. എന്നാൽ യഥാർത്ഥ ഏക മധ്യസ്ഥൻ യേശുവാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് യേശുവാണ്. കർത്താവ് നമ്മളോട് പഠിപ്പിച്ചു, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. കർത്താവിനോട് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ തരും. സ്തോത്ര, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവമാണ് കേൾക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ആരാണ് തരുന്നത്? യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്തു തരും. എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ എൻ്റെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ഞാനത് ചെയ്തു തരുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി തരുന്നത് യേശുവാണ് നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ യേശു വെളിപ്പെടുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കുമെന്ന് വിശ്വസിച്ച്, ലഭിച്ചു എന്ന് കരുതി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞു വരുന്നത്,
വിശ്വാസത്തോടെയുള്ള ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുൻപിൽ ഇറങ്ങി വരും. നമ്മുടെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ആകട്ടെ, നമ്മൾ പ്രയാസത്തിലിരിക്കുമ്പോഴാകട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കർത്താവിൽ പ്രിയരെ, ക്രിസ്തു നിന്നെ വിളിച്ചതാണെങ്കിൽ, ക്രിസ്തു നിന്നെ വീണ്ടെടുത്തതാണെങ്കിൽ, നീ ക്രിസ്തുവിൽ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ, യേശു അല്ലാതെ വേറൊരു ആശ്രയം നിന്നില്ലെങ്കിൽ ആ പ്രത്യക്ഷീകരണം നമ്മുടെ പ്രാർത്ഥനയിൽ സംഭവിക്കും. യേശുവാണ് ആ പ്രാർത്ഥന ഇറങ്ങി വരുന്നത്. യേശു നമ്മളോട് സംസാരിക്കും. എത്ര അനുഭവങ്ങളുണ്ടെന്നറിയാം, എത്ര സാക്ഷ്യങ്ങളുണ്ടെന്നറിയാമോ? യേശു ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ യേശുവിനെ പ്രത്യക്ഷപ്പെടുത്തണോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവസാന്നിധ്യം ഇറങ്ങി വരണോ? യേശു ഇറങ്ങി വരണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മളെ ഓർപ്പിക്കുക. എങ്ങനെ ആയിരുന്നാലാണ് യേശു പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെളിപ്പെടുക, അല്ലെങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുക? അതിന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് ധ്യാനിച്ചേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:7. യോഹന്നാൻ്റെ സുവിശേഷം 15:7 ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കണം, യേശുവിൽ വസിക്കണം. ദൈവം പറയുന്ന കണ്ടീഷൻ ഇതാണ്. ഒന്ന്, നീ യേശുവിൽ, ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളിൽ വസിക്കുക. എന്നെ സ്നേഹിക്കുക എന്നാൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. കർത്താവിനിൽ വസിക്കുക എന്ന് പറയുക യേശുവിൽ നമ്മൾ പൂർണ്ണമായി അവനിൽ വസിക്കുക. രണ്ടാമത് പറയാണ്, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുക. അവൻ്റെ വചനം, അവൻ്റെ കൽപ്പനകൾ നമ്മൾ നിലനിൽക്കുക, യേശുവിൽ വസിക്കുകയും യേശുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുകയും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചനുസരിച്ചുള്ള സ്വർഗീയ കൾച്ചർ, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം, ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ വരികയും ചെയ്യുമ്പോൾ, ദൈവകൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ, നീ ക്രിസ്തു, നിൻ്റെ പ്രാർത്ഥന ദൈവം വെളിപ്പെടും. നിൻ്റെ പ്രാർത്ഥനയിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. യേശു പറയുകയാണ്, നീ എന്നോടാണ് ചോദിക്കുന്നത്, എന്നിൽ വസിക്കുന്നവൻ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിശുദ്ധിയുടെ തലം വർദ്ധിക്കും പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടും. സ്തോത്ര, ഹല്ലേലൂയ. അനേക വിശുദ്ധരുടെ അനുഭവങ്ങളുണ്ട് ദൈവ സാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. അനേകം വിശുദ്ധരുടെ അനുഭവമുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് മുമ്പിൽ വെളിപ്പെടുന്നത്. യേശുവിനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചാൽ, യഥാർത്ഥമായി യേശു നമ്മുടെ മുൻപിൽ വന്നാൽ, നമ്മുടെ വിശുദ്ധി, ദൈവ സാന്നിധ്യം നമ്മൾ ഇറങ്ങി വരും. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദപ്പെടുത്തുക സാധ്യമല്ല. വിശുദ്ധിയുടെ തലത്തിൽ നമ്മൾ കൃപയാൽ ബലപ്പെടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരും. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ മാത്രമല്ല, നമ്മുടെ മുമ്പിലും ദൈവം വെളിപ്പെടണം. ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പൗലോസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെ നിന്നെയും ദൈവം തിരഞ്ഞെടുക്കും, നിന്നെയും ദൈവം ബലപ്പെടുത്തും. യേശുവിൽ ആശ്രയിക്കുന്നവർ നീ ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചാട്ടെ. നിൻ്റെ മുൻപിൽ ദൈവം സംസാരിക്കണം. നിനക്ക് യേശുവിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കണം. പലർക്കും അനുഭവമുണ്ട് യേശുവിൻ്റെ സ്വരം ശ്രവിക്കണം. യേശു നമ്മോട് സംസാരിക്കും. യേശു തോളത്തൊക്കെ കൊണ്ടിങ്ങനെ കൈവെക്കും. നമുക്ക് അനുഭവപ്പെടും ഒരു സ്പർശനം. നമ്മളെ അത് ആത്മീയതലത്തിൽ ബലപ്പെടും. യേശുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ പല അനുഭവങ്ങൾ ഒക്കെ ദൈവം തരും. നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നീ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ഇരിക്കുകയാണെങ്കിൽ അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ മുമ്പിൽ ദൈവം അടയാളങ്ങളോടെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടണം. ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നവരാകട്ടെ. നിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവായ യേശു ഇറങ്ങി വരട്ടെ. നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കട്ടെ. വലിയ വിശ്വാസത്തോടെ യേശുവിനെ ആശ്രയിച്ച് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.